ഹായ് ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ടു ഏഗൻ ക്ലാസ്സസ്. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്ന വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കുമായിട്ടാണ്. നമ്മുടെ പരീക്ഷ പേപ്പറിൽ കുറച്ച് ട്വിസ്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് ആയിട്ട് ക്വസ്റ്റ്യൻ വരുന്ന ഒരേ ഒരു ഏരിയ ശരിക്കും പറഞ്ഞാൽ സ്ട്രെയിറ്റ് ലൈൻ ആണ്. സ്ട്രെയിറ്റ് ലൈൻ കുട്ടികൾക്ക് കൺഫ്യൂസിംഗ് ആണ്. പെട്ടെന്ന് നമുക്ക് ക്വസ്റ്റ്യൻ കത്തൂല എന്നൊക്കെ നമ്മൾ പറയില്ലേ, കത്തി വരണം എന്നില്ല ആൻസർ ചെയ്യാൻ. സോ അവിടെ നമുക്കൊരു ഫയർ വരേണ്ട ഈ ഐഡിയ. അതിൽ വരുന്ന ഒരു മെയിൻ പ്രോബ്ലം എല്ലാവർക്കും ഇക്വേഷൻസ് ഓർമ്മയുണ്ടാവില്ല എന്നുള്ളതാണ്. സോ ഈ ഒരു വീഡിയോയിലൂടെ സ്ട്രെയിറ്റ് ലൈൻസിലെ കംപ്ലീറ്റ് ഇക്വേഷൻസ് അത് എങ്ങനെയാണ് ഒരു ക്വസ്റ്റ്യൻ അപ്ലൈ ചെയ്യുന്നതാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പൊ കൃത്യമായിട്ട് ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും. ഈ വീഡിയോ തീർച്ചയായും നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. സോ ഞാൻ ജസ്റ്റ് ഇവിടുന്ന് തുടങ്ങുവാണ്. സ്ട്രെയിറ്റ് ലൈനിലെ ആദ്യത്തെ ഇമ്പോർട്ടന്റ് പോയിന്റ് ജസ്റ്റ് ഡിസ്റ്റൻസ് ഫോർമുലയാണ്. 10ാം ക്ലാസ് മുതലേ നമ്മൾ പഠിക്കുന്നതാണ്. നമ്മുടെ കയ്യിൽ ഒരു പോയിന്റ് ഉണ്ട്, എ x1y1 എന്ന് പറഞ്ഞ പോയിന്റും ബി x2y2 ആണെങ്കിൽ നമ്മൾ എ ബിയുടെ ഡിസ്റ്റൻസ് എങ്ങനെ പറയും? √(x2 - x1) the whole square plus y2 - y1 the whole square. So ഇത് അപ്ലൈ നമ്മളൊരു ക്വസ്റ്റ്യനിൽ നോക്കാം. ഫൈൻഡ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2.43 and 69 ആണ്. എപ്പോഴും പ്രോബ്ലം ചെയ്യുമ്പോൾ ഇതിന് നമ്മൾ എന്ത് ചെയ്യുക? പേര് കൊടുക്കുക. എന്നാൽ തെറ്റിപ്പോകാനുള്ള ചാൻസ് എന്താണ്? വളരെ കുറവാണ്. ജസ്റ്റ് പെൻസിൽ കൊണ്ട് ക്വസ്റ്റ്യൻ പേപ്പറിൽ നോട്ട് ചെയ്താൽ മതി. സോ എ ബി നമുക്ക് ഇവിടെ ചെയ്യാം. x2 - x1 ആണ്. സോ 6 - 4 the whole square plus 9 - 3 the whole square. x1 അല്ല x2 എവിടെ നിന്ന് എടുത്തോ അവിടെ നിന്ന് ആരെ എടുക്കണം? y2 എടുക്കണം. സോ 6 - 4 എന്ന് പറഞ്ഞാൽ 2 square plus 6 square, that is 4 plus 36 which is equal to എന്താണ്? √40. സിമ്പിൾ അല്ലേടാ മക്കളെ? സോ ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാം. മിഡ് പോയിന്റ് ബിറ്റ്വീൻ 2 പോയിന്റ്സ്. രണ്ട് പോയിന്റ്സ് തന്നിട്ട് x1y1 എന്ന് പറഞ്ഞ ഒരു പോയിന്റ് ഇവിടെ വരികയും x2y2 എന്ന് പറഞ്ഞൊരു പോയിന്റ് ഇവിടെ വരുന്ന ഒരു ലൈൻ ഉണ്ട് വിചാരിച്ചോ. അതിന്റെ മിഡ് പോയിന്റ് നടുവിൽ വരുന്ന പോയിന്റ് കാണാൻ പറഞ്ഞാൽ x കോർഡിനേറ്റ് സം ചെയ്ത് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, y കോർഡിനേറ്റ് സം ചെയ്ത് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. സോ ഇവിടെ അതിനൊരു എക്സാമ്പിൾ ക്വസ്റ്റ്യൻ കൊടുത്തുവിടാ. 4, 5 and 2, 7 എന്ന് പറഞ്ഞ പോയിന്റ് മിഡ് പോയിന്റ് കാണണം. എങ്ങനെയാ നമ്മൾ മിഡ് പോയിന്റ് കാണാം? x കോർഡിനേറ്റ് സം ചെയ്യുക. സോ 4 + 2/2. നെക്സ്റ്റ് 5 + 7/2. 4 + 2 എന്താ? 6/2, എന്താണ്? 12/2. 6/2 3,6. ഓക്കെ ആണല്ലോ? സോ സിമ്പിൾ ആണ് മിഡ് പോയിന്റ്. നെക്സ്റ്റ് വരുന്ന ഒരു ഭാഗമാണ് ഏരിയ ഓഫ് ദി ട്രയാങ്കിൾ. x1y1 അതേപോലെ x2y2 ആൻഡ് x3y3 എന്ന് പറയുന്ന ഒരു ഫോർമുലയിൽ 3 പോയിന്റ്സ് എന്നാൽ എങ്ങനെ അതിന്റെ ഏരിയ കാണാം? ഏരിയ ഹാഫ് ഓഫ് x1 × y2 - y3 plus x2 × y3 - y1 plus x3 × y1 - y2 ആണ്. സോ ഇത് 2020 അങ്ങനെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. പക്ഷെ അത് കോണ്ടന്റ് എക്സ്പ്ലെയിൻ ചെയ്ത് വന്നൊരു ഏരിയയിൽ ഒരു ഇക്വേഷൻ ജസ്റ്റ് യൂസ് ചെയ്യാനേ ഉണ്ടായിരുന്നുള്ളൂ. ഈ ഇക്വേഷൻ പഠിക്കാൻ നമുക്ക് നല്ലൊരു ട്രിക്ക് ഉണ്ട്. ഹാഫ് ഇവിടെ വന്നു, x1 1 കഴിഞ്ഞ് ആദ്യം ഇവിടെ x1 ഉണ്ടാകും, ഇവിടെ x2 ഉണ്ടാവും, ഇവിടെ x3 ഉണ്ടാവും. അത് ആദ്യം സെറ്റ് ആക്കി വെക്കുക. 1 കഴിഞ്ഞ അടുത്ത നമ്പർ ഏതാ മക്കളെ? 2 കഴിഞ്ഞ അടുത്ത നമ്പർ എന്താ? 3. അതായത് y1 y2 y3 നമ്മൾ ജസ്റ്റ് ഒരു ലൂപ്പ് ആക്കി മാറ്റാന്ന് വിചാരിച്ചു. ഫോർ എക്സാമ്പിൾ ഇവിടെ y1, ഈ y1 പോയാൽ അടുത്ത ആൾ ആര് വരും? y2, വീണ്ടും എങ്ങോട്ട് പോകും? y3, പിന്നെ തിരിച്ച് എങ്ങോട്ട് തന്നെ വരും? y1. ഇനി ഇങ്ങനെ പറഞ്ഞു നോക്കാം. ഹാഫ് x1 1 കഴിഞ്ഞ അടുത്ത് എന്ത് വരണം? 2 വെച്ചില്ലേ? അപ്പൊ y2 - 2 കഴിഞ്ഞ അടുത്ത 3 y3. സോ ഇത് നമ്മൾ പഠിച്ചു. അടുത്തെന്താ? x2 × ഇത് മാത്രം ചിന്തിക്കുക. y2ന്റെ 2 കഴിഞ്ഞ അടുത്ത നമ്പർ ആരാ വരേണ്ടത്? 3. സോ y3 - y3 കഴിഞ്ഞാൽ അടുത്ത് വീണ്ടും y1ലേക്ക്. സോ y3 - y1 പ്ലസ് x3 × വീണ്ടും ഇവിടെ ആരാ വരുന്നത്? y3. 3 കഴിഞ്ഞ അടുത്ത ആരാണ്? 1. സോ y1 മൈനസ് നെക്സ്റ്റ് 1 കഴിഞ്ഞ അടുത്ത 2. അങ്ങനെ ഒരു ലൂപ്പാക്കി പഠിച്ചു വെച്ചാൽ കൃത്യമായി ഓർമ്മയുണ്ടാവും. സോ ഇപ്പൊ ഞാൻ പറയുന്ന പോലെ നിങ്ങൾക്കും പറയാൻ കിട്ടും. ഹാഫ് ഓഫ് x1 × y2 - y3 പ്ലസ് x2 × y3 - y1 പ്ലസ് ദെൻ x3 വരും. എന്നിട്ട് നേരെ എന്ത് വരും? y1 - y2 എന്ന് ലൂപ്പ് എന്ത് ചെയ്യാം? ഇങ്ങനെ ചേഞ്ച് ചെയ്ത് പഠിക്കാവുന്നതാണ്. സോ അടുത്ത പറയുന്നതാണ് കൊളീനിയാരിറ്റി അറ്റ് 3 പോയിന്റ്. ഇതൊരു റിമാർക്ക് ആയിട്ട് നമ്മുടെ ടെക്സ്റ്റിൽ പറയുന്ന ഒരു കാര്യമാണ്. വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഇത്രേ ഉണ്ടാവുള്ളൂ. 3 പോയിന്റ് കൊളീനിയർ ആണെങ്കിൽ, അഥവാ എ എന്ന് പറയുന്നതും ബി എന്ന് പറയുന്നതും സി എന്ന് പറയുന്ന പോയിന്റ് കൊളീനിയർ ആണെങ്കിൽ അതിന്റെ ഏരിയ ഓഫ് ട്രയാങ്കിൾ ഈക്വൽ ടു എന്തായിരിക്കും? 0. അഥവാ നിങ്ങൾക്ക് ഇതിനെ 0 ആയിട്ട് ഈക്വേറ്റ് ചെയ്യാം. ഇത് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞ് ചില സമയത്ത് എക്സിന്റെ വാല്യൂ കാണുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് കാണാം. സോ അത് ഈ ഐഡിയ വെച്ചിട്ടാണ്. സോ ഏരിയ ഓഫ് ട്രയാങ്കിൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ജസ്റ്റ് ഒന്ന് പഠിച്ചു വെക്കുക. അതേപോലെ കൊളീനിയാരിറ്റി റയർ ഇടയ്ക്കൊക്കെ ഈ ക്വസ്റ്റ്യൻ വരാറുള്ളൂ. കൊളീനിയാരിറ്റി ഇത്രയേ ഉള്ളൂ. ഏരിയ ഓഫ് ട്രയാങ്കിൾ എന്തിനോട് ഈക്വേറ്റ് ചെയ്യുക? 0നോട്. നെക്സ്റ്റ് ആണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 1 മാർക്ക് ക്വസ്റ്റ്യൻ വരുന്നതാണ് സ്ലോപ്പ് ഓഫ് എ ലൈൻ. എന്താണ്? സ്ലോപ്പ് ഓഫ് എ ലൈൻ. സ്ലോപ്പ് ഓഫ് എ ലൈൻ സാധാരണഗതിയിൽ ജസ്റ്റ് ഇങ്ങനെ നമുക്ക് ഐഡിയ കൊടുക്കാം. നമ്മുടെ കയ്യിൽ ഒരു ലൈൻ വരച്ചു, ഇവിടെ ഒരു ലൈൻ വരച്ചു. അങ്ങനെ വരുന്ന സമയത്ത് ഈ ലൈനെ ജസ്റ്റ് വേറൊരു ലൈൻ ജസ്റ്റ് എന്ത് ചെയ്യുന്നു? ഇങ്ങനെ മീറ്റ് ചെയ്യുന്നു. എക്സ് ആക്സുമായി ഉണ്ടാക്കുന്നു ഇവിടെ ഒരു ആംഗിൾ തീറ്റ എന്ന് വിചാരിച്ചോ. അങ്ങനെയാണെങ്കിൽ ഈ ലൈൻ എല്ലിന്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് സ്ലോപ്പിനെ കോമൺലി എം എന്ന് നൊട്ടേറ്റ് ചെയ്താൽ വിച്ച് ഈസ് ഈക്വൽ ടു എന്താണ്? ടാൻ തീറ്റയാണ്. സോ ഒരു ലൈൻ പോസിറ്റീവ് ഡയറക്ഷൻ ഓഫ് എക്സ് ആക്സിൽ ഉണ്ടാക്കുന്ന ആംഗിൾ തീറ്റയാണെങ്കിൽ
നമ്മൾ ആദ്യം തന്നെ പറയുന്നു. സോ സ്ലോപ്പ് എന്ന് പറയുന്നത് എപ്പോഴും ഈക്വൽ ടു എന്തായിരിക്കും? ടാൻ തീറ്റ ആയിരിക്കും. ഓക്കെ ആണല്ലോ, വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് കേട്ടോ. സോ നെക്സ്റ്റ് പോയിന്റ്, വെരി വെരി ഇമ്പോർട്ടന്റ്. നെക്സ്റ്റ്, സ്ലോപ്പ് ഓഫ് എ ലൈൻ ബിറ്റ്വീൻ 2 പോയിന്റ്സ്. രണ്ട് പോയിന്റുകൾക്കിടയിൽ വരുന്ന സ്ലോപ്പ് എന്താണ്? രണ്ട് പോയിന്റ് എന്ന് പറഞ്ഞാൽ x1 y1 എന്നൊരു പോയിന്റും x2 y2 എന്നൊരു ലൈനിന്റെ പോയിന്റ് തന്നാൽ ഇതിന്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് കാണൽ വളരെ സിമ്പിൾ ആണ്. y2 മൈനസ് y1 ബൈ x2 മൈനസ് എന്തായിരിക്കും? x1 ആയിരിക്കും. സോ ഇതും സിമ്പിൾ ആയിട്ട് പഠിച്ചേക്കാം. സ്ലോപ്പ് ഈക്വൽ ടു y2 മൈനസ് y1 ബൈ x2 മൈനസ് x1. സോ നമുക്ക് ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, ഇംപ്രൂവ്മെന്റ് 2019 ചോദിച്ചാണ്. സ്ലോപ്പ് ഓഫ് ദി ലൈൻ ത്രൂ ദി പോയിന്റ് 25 ആൻഡ് മൈനസ് 36. സോ നമുക്ക് സ്ലോപ്പ് വളരെ സിമ്പിൾ ആയിട്ട് കാണാം. 6 മൈനസ് 5 ബൈ മൈനസ് 3 മൈനസ് 2. നോക്കണം, നമ്മൾ പേര് കൊടുക്കാൻ ഇപ്പൊ ഞാൻ പേര് കൊടുത്തില്ല, പക്ഷെ നിങ്ങൾ എപ്പോഴും ഇങ്ങനെ എന്ത് ചെയ്യുക? പേര് കൊടുക്കുക. y2 മൈനസ് y1 that is 6 മൈനസ് 5 മൈനസ് 3 മൈനസ് 2. 6 മൈനസ് 5 1 that is മൈനസ് 1 ബൈ മൈനസ് 5 അല്ലെങ്കിൽ മൈനസ് 1 ബൈ എന്താണ്? 5 ആണ്. സെറ്റ് ആണല്ലോ. അപ്പൊ സ്ലോപ്പ് സാധാരണ ഇതിൽ 1 മാർക്കിന് സ്ഥിരമായി ചോദിക്കുന്ന ഒരു ഏരിയയാണ് സ്ലോപ്പ് ഓഫ് എ ലൈൻ. ആംഗിൾ തന്നാൽ എന്തായിരിക്കും? ടാൻ തീറ്റ. അവിടെ തീറ്റ കൊടുക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക? അല്ലെങ്കിൽ പോയിന്റ് തന്നാൽ നേരെ നമ്മൾ എന്ത് ചെയ്യുക? സ്ലോപ്പ് കാണാനുള്ള പോയിന്റിന്റെ ഇക്വേഷൻ യൂസ് ചെയ്യുക. സോ നെക്സ്റ്റ് പോയിന്റ് ആണ്, ഇഫ് L1 ഈസ് പാരലൽ ടു L2. ഒരു ലൈൻ അഥവാ ഇങ്ങനെ നമ്മൾ വരയ്ക്കുന്ന സമയത്ത് ഒരു ലൈൻ L1 എന്ന് പറയുന്ന ഒരു ലൈൻ ഉണ്ട്, അറ്റ് ദ സെയിം ടൈം L2 എന്ന് പറഞ്ഞ വേറൊരു ലൈൻ ഉണ്ടെന്ന് വിചാരിച്ചോ. ഈ L1 ഉം L2 എന്താണ്? പാരലൽ ആണെങ്കിൽ ഇവരുടെ സ്ലോപ്പ് എന്തായിരിക്കും? സ്ലോപ്പ് ഈക്വൽ ആയിരിക്കും. ഓക്കെ, അപ്പൊ ചില സമയത്തൊക്കെ പരീക്ഷയ്ക്ക് വരും, ഒരു ക്വസ്റ്റ്യൻ ഒരു ലൈനിന്റെ സ്ലോപ്പ് തന്നിട്ട് പറയും വിച്ച് ലൈൻ ഈസ് പാരലൽ ടു ദിസ് ലൈൻ, അങ്ങനെയാണ് ഇതിന്റെ സ്ലോപ്പ് എന്താണ്? സോ സിമ്പിൾ, രണ്ടിന്റെയും സ്ലോപ്പ് എന്തായിരിക്കും? സെയിം. എന്നാൽ ഒരു ലൈൻ മറ്റൊരു ലൈന് പെർപെൻഡിക്കുലർ ആണെന്ന് വിചാരിക്കുക. അതായത് ഒരു ലൈൻ ഇങ്ങനെ വരിക, ഇവിടെ പെർപെൻഡിക്കുലർ ആവുന്ന സമയത്ത് ഉണ്ടാകുന്ന ആംഗിൾ 90 ഡിഗ്രി ആയിരിക്കും. അഥവാ L1 എന്ന് പറഞ്ഞൊരു ലൈനുണ്ട്, L2 എന്ന് പറഞ്ഞ ലൈൻ ഉണ്ട്. സ്ലോപ്പ് ഓഫ് L1 അഥവാ L1 എന്ന് പറഞ്ഞ ലൈനിന്റെ സ്ലോപ്പ് M1 ആണെന്ന് വിചാരിച്ചോ. അങ്ങനെയാണ് സ്ലോപ്പ് ഓഫ് L2 എന്താണെന്നറിയോ? രണ്ടാമത്തെ ലൈനിന്റെ സ്ലോപ്പ് നമ്മൾ അതിന് L2 ന് M2 എന്ന് പേര് കൊടുത്താൽ അതെന്തായിരിക്കും അറിയോ? മൈനസ് 1 ബൈ M1 ആയിരിക്കും. അതായത് രണ്ട് ലൈൻ പരസ്പരം പെർപെൻഡിക്കുലർ ആണെങ്കിൽ ഒരാളുടെ സ്ലോപ്പ് തൊട്ട് മുമ്പുള്ള മറ്റേ ആളിലെ അയാളുടെ സ്ലോപ്പിന്റെ നെഗറ്റീവ് റെസിപ്രോക്കൽ ആയിരിക്കും. ഒന്നുകൂടി സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഒരാളുടെ സ്ലോപ്പ് 1/2 ആണെന്ന് വിചാരിച്ചോ, അഥവാ L1ന്റെ സ്ലോപ്പ് 1/2 ആണെന്ന് വിചാരിച്ചോ. ഇത് നേരെ റെസിപ്രോക്കൽ എടുക്കുക. അപ്പൊ എന്തായി മാറൂടാ? 2/1 അഥവാ 2 ആവും. എന്നിട്ട് അതിന്റെ കൂടെ എന്ത് പുട്ട് ചെയ്ത് കൊടുക്കുക? ഒരു മൈനസ് കൂടി കൊടുക്കുക. ഓക്കെ ആണല്ലോ. നെഗറ്റീവ് റെസിപ്രോക്കൽ, നേരെ റെസിപ്രോക്കൽ എടുത്തിട്ട് അതിന്റെ കൂടെ എന്ത് പുട്ട് ചെയ്യുക? നെഗറ്റീവ് പുട്ട് ചെയ്യുക. സോ നമുക്ക് ഇവിടെ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദി സ്ലോപ്പ് ഓഫ് ദി ലൈൻ perpendicular to the line with the slope minus 3/2. അതായത് മൈനസ് 3/2 ഒരു ലൈനിന്റെ സ്ലോപ്പ് ആണ്. ഇതിന് പെർപെൻഡിക്കുലർ ആയ ലൈനിന്റെ സ്ലോപ്പ് എന്തായിരിക്കും? സോ സിമ്പിൾ. മൈനസ് 3/2 ആദ്യം തന്നെ നമ്മൾ എന്ത് ചെയ്യുക? ടിസ്റ്റ് ചെയ്ത് റെസിപ്രോക്കൽ എടുത്തു 2/-3. എന്നിട്ട് അതിന്റെ കൂടെ എന്ത് കൂടി കൊടുക്കണം? ഒരു മൈനസ് കൂടി കൊടുക്കണം. ഓക്കെ, നേരെ റെസിപ്രോക്കൽ എടുത്ത് സോ മൈനസ് മൈനസ് ക്യാൻസൽ ആയി 2/3. സോ ഓപ്ഷൻ ഡി ആണ് വരിക. ഓക്കെ ആണല്ലോ. ഇതാണ് സ്ലോപ്പുമായി ബന്ധപ്പെട്ട് എന്ത് വരുന്നത്? അതായത് പാരലൽ ആകുമ്പോൾ പെർപെൻഡിക്കുലർ ആകുന്ന തമ്മിലുള്ള കണക്ഷൻ. പാരലൽ ആണെങ്കിൽ രണ്ടിന്റെ സ്ലോപ്പ് എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. പെർപെൻഡിക്കുലർ ആണെങ്കിൽ ഒരാളുടെ സ്ലോപ്പ് മറ്റേയാളുടെ സ്ലോപ്പിന്റെ നെഗറ്റീവ് റെസിപ്രോക്കൽ ആയിരിക്കും. സോ ഇനി വരുന്നതാണ് ആംഗിൾ ബിറ്റ്വീൻ 2 ലൈൻസ്. രണ്ട് ലൈനുകൾ, അതായത് L1 എന്ന് പറഞ്ഞ ലൈനും L2 എന്ന് പറഞ്ഞ ലൈൻ, ഒരാളുടെ സ്ലോപ്പ് നിങ്ങൾക്ക് M1 ഉം ഒരാളുടെ സ്ലോപ്പ് M2 ഉം തന്നാൽ ടാൻ തീറ്റ കാണാനുള്ള ഇക്വേഷൻ മോഡ് M2 മൈനസ് M1 ബൈ 1 പ്ലസ് M1 ഇൻറ്റു M2 ആണ്. സെറ്റ് ആണല്ലോ. സോ ഇത് വളരെ സിമ്പിൾ ആണ്. സാധാരണ ഇതിൽ മീൻസ് ക്വസ്റ്റ്യൻ ഏറ്റവും കൂടുതൽ സ്പെസിഫിക് ആയിട്ട് ഫോക്കസ് ചെയ്യുന്ന ഒരു ഏരിയ ആണ് ഡിസ്റ്റൻസും അതേപോലെ തന്നെ ആംഗിൾ ബിറ്റ്വീൻ 2 ലൈൻസും. അപ്പൊ ഏതെങ്കിലും രണ്ട് ലൈനിന്റെ സ്ലോപ്പോ കിട്ടി. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ജസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ നമ്മൾ പറയുവാണെങ്കിൽ ഒരു എക്സാമ്പിൾ ക്വസ്റ്റ്യൻ പറയാം. ഇപ്പൊ M1 എന്ന് പറഞ്ഞൊരു ലൈനിന്റെ സ്ലോപ്പ് √3ഉം M2 എന്ന് പറഞ്ഞ ഒരാളുടെ രണ്ടാമത്തെ ആളുടെ 1/√3 ആണെന്ന് വിചാരിച്ചോ. ഒരാൾ √3 ആണ്, ഒരാൾ എന്താണ് 1/√3. സോ എങ്ങനെയാണ് നമുക്ക് ഇതിന്റെ സ്ലോപ്പ് കാണാൻ നോക്കാം. ഓക്കെ ആണല്ലോ. സോ ഇതിനെ മോഡുലസ് വരുന്നതുകൊണ്ട് ഏത് രീതിയിൽ നിങ്ങൾ അപ്ലൈ ചെയ്താലും കുഴപ്പമില്ല കേട്ടോ. അപ്പൊ ഞാൻ ഇവിടെ ടാൻ തീറ്റ കൊടുക്കുന്നു. ടാൻ തീറ്റ ഈക്വൽ ടു നോക്കിക്കേടാ മക്കളെ, മോഡ് M2 മൈനസ് ദാറ്റ് ഈസ് 1/√3 മൈനസ് √3 ഡിവൈഡഡ് ബൈ 1 പ്ലസ് 1 ഓക്കെ, ഇവിടെ നിങ്ങൾ കൊടുത്ത ഓർഡറിൽ തന്നെ കൊടുക്കുക കേട്ടോ. മൾട്ടിപ്ലിക്കേഷൻ പ്രശ്നമൊന്നുമില്ല. എന്നാലും 1/√3 മൈനസ് √3 ബൈ നെക്സ്റ്റ് M1 എന്താണ്? √3 ഇൻറ്റു 1/√3. ഓക്കെ ആണല്ലോ. സോ സിമ്പിൾ. ഇവിടെ എന്ത് സംഭവിക്കുന്നു? ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യണം. സോ 1 മൈനസ് √3 ഇൻറ്റു ഇവിടെ ഒരു അടിയിൽ ഒരു 1 ഉണ്ടാവും. √3 ഇൻറ്റു √3 എന്താണ്? 3 ആണ്. ബൈ
√3 into 1 എന്നാൽ √3 all divided by ഈ √3 ക്യാൻസൽ ആവും, then 1 plus 1 ആണ്. സെറ്റ് ആണല്ലോ. സോ നമുക്ക് നോക്കാം. ഇനി എന്താ വരുന്നത് മക്കളെ? tan theta equal to നോക്കിക്കോടാ, ഇവിടെ എന്ത് വരും? 1 plus 1 2 അല്ലേ? മുകളിൽ എന്ത് വരും? -2 by എന്ത് വരും? √3 all divided by 2. 1 plus 1 ആണ് 2 by 1 ഇങ്ങനെ കൊടുക്കാം. ഓക്കെ, ജസ്റ്റ് ഇങ്ങനെ മനസ്സിലാക്കി വെച്ചോ. നമുക്ക് എന്ത് ചെയ്യാം? നേരെ റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. സോ -2 by √3 into 1 by 2 ക്യാൻസൽ. മോഡുലസിന്റെ ഉള്ളിൽ അതുകൊണ്ട് എപ്പോഴും എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. സോ 1 by √3 എന്ന് വരും. tan theta equal to എന്ത് വരുന്നു? 1 by ഇതാ നോക്കിയോ, 2 ക്യാൻസൽ ആയാൽ പിന്നെന്താ? 1 by √3. tan theta equal to 1 by √3 ആ. എടാ tan theta 1 by √3 ആവണമെങ്കിൽ, ഓക്കെ, അങ്ങനെയാണെങ്കിൽ ടാൻ്റെ ആംഗിൾ എന്തായിരിക്കണം? ടാങ്കിൾ തീറ്റ ഈക്വൽ ടു π/6 ഓർ എന്തായിരിക്കണം? 30 ഡിഗ്രി. സോ ഇങ്ങനെയാണ് രണ്ട് ലൈനിന്റെ എന്ത് കണ്ടുപിടിക്കുന്നത്? രണ്ട് ലൈനുകൾക്കിടയിൽ ആംഗിൾ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് tan theta equal to mod m2 minus m1 by 1 plus m1 into m2. Set. The next point, various forms of the equation of a line. Next, അതായത് ലൈനിന്റെ ഇക്വേഷൻ വേരിയസ് ഫോം ഉണ്ടാവുന്ന ഇക്വേഷൻ ഓഫ് എക്സ് ആക്സിസ്. എക്സ് ആക്സിൽ ഏതൊരു പോയിന്റ് y കോർഡിനേറ്റ് 0 is y equal to 0. ഇക്വേഷൻ ഓഫ് y ആക്സിസ്, അതായത് ഏതൊരു y ആക്സിലെ പോയിന്റ് x കോർഡിനേറ്റ് എന്തായിരിക്കും? 0. നെക്സ്റ്റ് ഇക്വേഷൻ ഓഫ് ഹൊറിസോണ്ടൽ ലൈൻ. ഹൊറിസോണ്ടൽ ലൈൻ ഇത്രയേ ഉള്ളൂ. നമ്മൾ നേരെ ഒരു ആക്സിസ് വരയ്ക്കുന്നു വിചാരിക്കുക. ഇതിന് പാരലൽ ആയിട്ട് ഇങ്ങനെ ഒരു ലൈൻ ഉണ്ട്, താഴെയുണ്ട്, രണ്ട് ചെയ്ത്. പക്ഷെ എന്താ പ്രത്യേകത? ഒരു ലൈൻ എക്സ് ആക്സിന് പാരലൽ ആണെങ്കിൽ ഈ ഒരു ഹൈറ്റ് പറയില്ലേ, ഇത് എന്തായിരിക്കും? എല്ലാവർക്കും കോമൺ ആയിരിക്കും. എന്ന് പറഞ്ഞാൽ ഈ ലൈനിലെ ഏതൊരു പോയിന്റ് y കോർഡിനേറ്റ് എന്തായിരിക്കും? സെയിം ആയിരിക്കും. സോ y ഈക്വൽ ടു a. അറ്റ് ദ സെയിം ടൈം ഇത് -a ആണ് താഴോട്ട് വരുമ്പോൾ. സോ ഇതിന്റെ ഇക്വേഷൻ എന്താണ്? y ഈക്വൽ ടു -a. സോ ഒരു ലൈൻ എക്സ് ആക്സിന് പാരലൽ ആകും, അതാണ് ഹൊറിസോണ്ടൽ ലൈൻ. അതായത് ഹൊറിസോണ്ടൽ അല്ലേ, നമ്മൾ എന്ത് എക്സ് ആക്സിന് പാരലൽ ആകുന്ന സമയത്ത് അതിന്റെ y കോർഡിനേറ്റ് എന്തായിരിക്കും? സെയിം ആയിരിക്കും. സോ ഇക്വേഷൻ ഓഫ് ദി വെർട്ടിക്കൽ ലൈൻ വരുന്ന സമയത്ത് നോക്കിക്കോ, നമ്മൾ നേരെ ലൈൻ വരയ്ക്കുന്നു. നേരെ നമ്മൾ എന്ത് ചെയ്യുന്നു? വെർട്ടിക്കൽ ലൈൻ എടുക്കുക കേട്ടോ. സോ നമ്മൾ ആദ്യം തന്നെ ഇവിടെ നേരെ കൊടുക്കുന്നു. ഓക്കെ, എക്സ് ഡാഷ് വൈ ഡാഷ്, ദെൻ വെർട്ടിക്കൽ ലൈൻ വരയ്ക്കുമ്പോൾ ഇങ്ങനെ വരുന്നു എന്ന് വിചാരിച്ചോ. വെർട്ടിക്കൽ ലൈൻ വരയ്ക്കുന്ന സമയത്ത് ഇവിടുന്ന് ഇവിടേക്കുള്ള ഡിസ്റ്റൻസ്, ഓക്കെ, ഈ ഡിസ്റ്റൻസ് ബി ആണെന്ന് വിചാരിച്ചോ. ഈ ഡിസ്റ്റൻസ് -b സെയിം ആണ് കേട്ടോ. ജസ്റ്റ് നിങ്ങൾ ചിത്രത്തിന്റെ കറക്റ്റ് ഡിസ്റ്റൻസ് നോക്കട്ടെ, ആ ടോപ്പിക്ക് മനസ്സിലാക്കുക. അതായത് ഒരു ലൈൻ വെർട്ടിക്കൽ വരയ്ക്കുക, കുത്തനെ വരയ്ക്കുക. അതായത് y ആക്സിന് പാരലൽ ആണെങ്കിൽ ഇതിന്റെ x കോർഡിനേറ്റ് എപ്പോഴും സെയിം ആയിരിക്കും. എന്നാൽ ഈ ഡിസ്റ്റൻസ് എപ്പോഴും സെയിം ആയിരിക്കും. സോ x ഈക്വൽ ടു b, ഇവിടെയാണെങ്കിൽ x ഈക്വൽ ടു -b. ഓക്കെ ആണല്ലോ. സോ ഇതാണ് വേരിയസ് ഇക്വേഷനിൽ എന്താണ്? ഹൊറിസോണ്ടൽ ലൈനിന്റെ വെർട്ടിക്കൽ ലൈനിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. സോ നെക്സ്റ്റ് പോയിന്റ് ആണ് സ്ലോപ്പ് പോയിന്റ് ഫോം എന്ന് പറഞ്ഞാൽ. അതായത് നിങ്ങളുടെ കയ്യിൽ ഒരു ആക്സിസിൽ ഒരു ലൈൻ ഉണ്ടെന്ന് വിചാരിക്കുക. എക്സാമ്പിൾ ആയിട്ട് ഞാനിപ്പോൾ ഒരു ലൈൻ വരയ്ക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു ലൈൻ പോകുന്നു എന്ന് വിചാരിക്കുക. ആ ലൈന് തന്നതിന് ശേഷം ആ ലൈനിലുള്ളൊരു പോയിന്റ് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്, x1 y1 എന്നൊരു പോയിന്റും ഇതിന്റെ സ്ലോപ്പ് നിങ്ങൾക്ക് തന്ന് m ആണെങ്കിൽ എന്താ പറയണത്? y മൈനസ് y1 ഈക്വൽ ടു m ഇൻറ്റു എന്തായിരിക്കും? x മൈനസ് x1. അതായത് പോയിന്റ് സ്ലോപ്പ് ഉപയോഗിച്ച് നിങ്ങൾക്ക് ഒരു പ്രോബ്ലം ചെയ്യണമെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഒരു പോയിന്റ് തന്നിട്ടുണ്ടാവും, ആ ലൈൻ്റെ എന്തും തന്നിട്ടുണ്ടാവും? സ്ലോപ്പും തന്നിട്ടുണ്ടാവും. സ്ഥിരമായി വരുന്ന ഒരു ഏരിയയിൽ ക്വസ്റ്റ്യൻ വരുന്ന ഒരു ഏരിയയാണ് പോയിന്റ് സ്ലോപ്പ്. സോ നമുക്ക് ഇവിടെ ഇക്വേഷൻ ഉപയോഗിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ഇത് 2022 ചോദിച്ചാണ്. ഫൈൻഡ് ഇക്വേഷൻ ഓഫ് ദി ലൈൻ പാസിംഗ് ത്രൂ ദി പോയിന്റ് -2 3. അതായത് നമ്മുടെ x1 y1 ആണ് ഈ തന്നിരിക്കുന്ന -2 3 തന്നിരിക്കുന്ന ആദ്യം തന്നെ എഴുതി. പിന്നെന്താ തന്നിരിക്കുന്നത്? സ്ലോപ്പ് വിച്ച് ഈസ് ഈക്വൽ ടു എന്താണ്? -4. ഓക്കെ ആണല്ലോ. സോ നമുക്ക് സ്ലോപ്പ് തന്നിട്ട് പോയിന്റ് എങ്ങനെയാ നമ്മുടെ ഇക്വേഷൻ? y മൈനസ് y1 ഈക്വൽ ടു m ഇൻറ്റു x മൈനസ് x1. സോ y മൈനസ് y1 പകരം ആര് വരുടാ? 3 ഈക്വൽ ടു -4 ഇൻറ്റു x മൈനസ് -2. സോ y മൈനസ് 3 വിച്ച് ഈസ് ഈക്വൽ ടു -4 ഇൻറ്റു x പ്ലസ് 2. then y മൈനസ് 3 ഈക്വൽ ടു -4x മൈനസ് 8. ഇനി എന്താ ചെയ്യുന്നത്? ഒന്നെങ്കിൽ ഈ ടേംസിലേക്ക് ഇങ്ങോട്ട് കൊണ്ടുവരാം. y മൈനസ് 3 പ്ലസ് 4x പ്ലസ് 8 ഈക്വൽ ടു 0. സോ സിമ്പിൾ. നമ്മുടെ ആൻസർ ആയി കഴിഞ്ഞു മക്കളെ. എന്ത് വരും? ആദ്യം 4x പ്ലസ് y -3 പ്ലസ് 8 എന്ന് പറഞ്ഞാൽ എന്താണ്? 5 ഈക്വൽ ടു 0. എപ്പോഴും ആൻസർ ചെയ്ത് കഴിഞ്ഞാൽ ഞാനിപ്പോൾ ചെയ്യുന്ന പോലെ ഒന്ന് ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കണം. ഒരു മൾട്ടിപ്ലിക്കേഷനിൽ എവിടെയെങ്കിലും ഒരു തെറ്റ് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫുൾ മാർക്ക് എന്ത് ചെയ്യും? നഷ്ടപ്പെട്ടു പോകും. സോ ഇത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയയാണ്. സോ സിമ്പിൾ. ഇത് എന്താണ് പറഞ്ഞിരിക്കുന്നത്? പോയിന്റ് സ്ലോപ്പ് ഫോം. എന്നാൽ നിങ്ങൾക്ക് അടുത്തൊരു കാര്യം വരും. അടുത്ത് വരുന്നൊരു സംഭവമാണ്. ജസ്റ്റ് നോക്കിക്കോട്ടെ മക്കളെ, ഇങ്ങനെ. സോ നമ്മുടെ കയ്യിൽ ഒരു ലൈൻ ഇങ്ങനെ പോകുന്നു. ആ ലൈനിലുള്ള രണ്ട് പോയിന്റുകൾ നിങ്ങൾക്ക് തരുന്നു വിചാരിക്കുക. ഒരു പോയിന്റ്
x2 y2 എന്ന് പറഞ്ഞൊരു പോയിന്റും സെയിം ടൈം x1 y1 എന്ന് പറഞ്ഞൊരു പോയിന്റ്, ഇതിൽ xy എന്ന് പറഞ്ഞൊരു പോയിന്റ് ഉണ്ടെങ്കിൽ സോ അതിന്റെ ഇക്വേഷൻ ഇങ്ങനെയാണ് y മൈനസ് y1 ബൈ y2 മൈനസ് y1 ഈക്വൽ ടു x മൈനസ് x1 ബൈ x2 മൈനസ് x1. അതെന്താണ്? ഈ പോയിന്റ് ഇങ്ങോട്ടുള്ള ഒരേ ലൈനിൽ വരുന്ന പോയിന്റുകളുടെ സ്ലോപ്പ് സെയിം ആയിരിക്കും. സോ ഈ സ്ലോപ്പും എന്തായിരിക്കും? സെയിം ആയിരിക്കും. അത് നേരെ കാൽക്കുലേറ്റ് ചെയ്ത് സ്റ്റാൻഡേർഡ് ഫോമിൽ ഇങ്ങനെ ഓർത്ത് വെച്ചാൽ മതി. y മൈനസ് y1 അടിയിലാരാ? y2 മൈനസ് y1. ഇപ്പുറത്തെ സൈഡിൽ എന്തൊരു x മൈനസ് x1 ബൈ x2 മൈനസ് x1. രണ്ട് പോയിന്റുകൾ തന്നാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഈ ഇക്വേഷൻ ഉപയോഗിക്കാം. സോ ഇവിടെ നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം. 2 മാർച്ച് 2013 ചോദിച്ചു കേട്ടോ. 2 ആൻഡ് 5 ആണ് തന്നിരിക്കുന്നത്. സോ നമ്മുടെ x1 y1 എന്ന് പറയുന്നത് ആരാണ്? 2 ആണ്. നമ്മുടെ x2 y2 എന്ന് പറയുന്ന ആരാണ്? 5 ആണ്. സോ നമ്മുടെ ഇക്വേഷൻ ഓർത്ത് വെക്കുക. y മൈനസ് y1 ബൈ y2 മൈനസ് y1 ഈക്വൽ ടു x മൈനസ് x1 ബൈ x2 മൈനസ് x1. സോ y മൈനസ് y1 പകരം ആര് വരടാ? 2. ദെൻ y2 പകരം ആര് വരും? 3 മൈനസ് 2. x മൈനസ് x1 2, x2 പകരം എന്ത് വരും? 5 മൈനസ് എന്ത് വരും? 2 വരും. ഓക്കെ ആണല്ലോ? കൃത്യമായിട്ട് നോക്കുക. y മൈനസ് y1 2 വന്നു, ദെൻ 3 മൈനസ് എന്താണ്? 2 വന്നു, ദെൻ x മൈനസ് 2 വന്നു, ദെൻ 5 മൈനസ് എന്ത് വന്നു? x2 മൈനസ് x1 ദാറ്റ് ഈസ് 5 മൈനസ് 2 ആണ്. സോ y മൈനസ് 2 എന്താണ്? 2, 3 മൈനസ് 2 എന്ന് പറഞ്ഞാൽ എന്ത് വരും? 1, x മൈനസ് 2 എന്ന് പറഞ്ഞാൽ x മൈനസ് 2 5 മൈനസ് 3. ദെൻ നെക്സ്റ്റ് ഓപ്ഷൻ എന്താ മക്കളെ? നെക്സ്റ്റ് നേരെ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുക. ഈ 3 ഇങ്ങോട്ട് കൊണ്ടുവരിക. ദാറ്റ് ഈസ് 3 ഇൻറ്റു y മൈനസ് 2 ഈക്വൽ ടു x മൈനസ് 2 ബിക്കോസ് 1 അങ്ങോട്ട് പോകുമ്പോൾ എന്താ? ആ നമ്പർ അവിടെ തന്നെ വരും. 3y മൈനസ് 6 ഈക്വൽ ടു x മൈനസ് 2. ഇവിടെയുള്ള ഫുൾ ടേമിന് അങ്ങോട്ട് കൊണ്ടുവന്നു. x മൈനസ് 2 മൈനസ് 3y പ്ലസ് 6. സോ x ആദ്യം എഴുതി, 3y എഴുതി, മൈനസ് 2 പ്ലസ് 6 എന്ന് പറഞ്ഞാൽ 4 വിച്ച് ഈസ് ഈക്വൽ ടു എന്താണ്? 0. x മൈനസ് 3y പ്ലസ് 4 ഈക്വൽ ടു എന്താണ്? 0 ആണ്. സോ സിമ്പിൾ ആണ്. വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് പറയാൻ പറ്റുന്ന, വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ ആണ്. സോ ഇങ്ങനെയാണ് 2 പോയിന്റ് ഫോം യൂസ് ചെയ്യുന്നത്. സോ ഇനി പറയുന്നതാണ് സ്ലോപ്പ് ഇന്റർസെപ്റ്റ് ഫോം. അതായത് നിങ്ങളുടെ കയ്യിൽ ഒരു ലൈൻ വരുന്നു എന്ന് വിചാരിക്കുക. ഒക്കെ സിമ്പിൾ ആണ് കേട്ടോ. ജസ്റ്റ് ഇക്വേഷൻ ഓർത്ത് വെക്കുക എന്നത് മാത്രമേ ഉള്ളൂ. ഇങ്ങനെ ഒരു ലൈൻ പോകുന്നു വിചാരിച്ചു. ഈ ലൈനിന്റെ സ്ലോപ്പ് നിങ്ങൾക്കറിയാം m ആണ്. ഓക്കെ, ഇത് y ആക്സുമായി ഇന്റർസെപ്റ്റ് ചെയ്യുന്ന പോയിന്റ് 0c ആണെന്ന് വിചാരിച്ചോ. x 0 ആയിരിക്കുമല്ലോ, 0c. അപ്പൊ നമ്മൾ എന്താ? നമ്മുടെ ഇക്വേഷൻ ഓർത്ത് വെക്കുക. പോയിന്റ് സ്ലോപ്പ് ഫോം എന്താ? y മൈനസ് y1 ഈക്വൽ ടു m ഇൻറ്റു x മൈനസ് x1 ആണല്ലോ. അപ്പൊ ഇവിടെ എന്ത് വരും? y മൈനസ്, അല്ലെ? നമ്മുടെ y1 ആയിട്ട് വരുന്ന ആളാണ് c. y മൈനസ് c ഈക്വൽ ടു m ഇൻറ്റു x മൈനസ് 0. അതായത് ഇതിനെ x1 ഉം y1 ആക്കി എടുക്കുക. സോ y മൈനസ് c ഈക്വൽ ടു എന്ത് വരും? mx വരും. ദാറ്റ് ഈസ് y ഈക്വൽ ടു mx പ്ലസ് c ആണ്. സോ ഈ c എന്ന് പറയുന്ന ആളാണ് എന്ത്? y ഇന്റർസെപ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, എന്താ വരിക? y ഇന്റർസെപ്റ്റ്. ഓക്കെ ആണല്ലോ? സോ സിമ്പിൾ. സ്ലോപ്പ് ഇന്റർസെപ്റ്റ് ഫോം ആണ് y ഈക്വൽ ടു എന്താ? mx പ്ലസ് c. അറ്റ് ദ സെയിം ടൈം ഇവിടെ ഒരാളും കൂടി പറയാനുണ്ട്. ഇതേ കാര്യം നിങ്ങൾ ഓപ്പോസിറ്റ് തിരിച്ച് ഇങ്ങനെ ഒന്ന് ചിന്തിച്ചു നോക്കിയേ. ഇത് നമ്മുടെ എക്സ് ആക്സിനെ ഇങ്ങനെ എക്സ് ആക്സിനെ ഇന്റർസെപ്റ്റ് ചെയ്യുന്ന ഒരു പോയിന്റ് വിചാരിച്ചു കേട്ടോ. നേരെ എക്സ് ആക്സിന് ഇങ്ങനെ ഇന്റർസെപ്റ്റ് ചെയ്ത് പോകുന്ന ഒരു ലൈൻ വിചാരിച്ചു. സോ ഫോർ എക്സാമ്പിൾ ഇവിടെ വരുന്ന ഒരു പോയിന്റ് D0 എന്ന് വിചാരിച്ചോ. ഓക്കെ, റെഡി? D0 ആകുന്ന സമയത്ത് ഇവിടെ നോക്കിക്കോടാ. എക്സ് ആക്സിന് ഇന്റർസെപ്റ്റ് ചെയ്യുന്ന സമയത്താണെങ്കിൽ നിങ്ങൾക്ക് നേരത്തെ പോണ് അപ്ലൈ ചെയ്താൽ മതി. നേരെ നമ്മൾ ആദ്യം തന്നെ പറയുന്ന ഒരു കാര്യമാണ് y ഈക്വൽ ടു m ഇൻറ്റു എക്സ് മൈനസ് ഡി ആയിരിക്കും. y ഈക്വൽ ടു m ഇൻറ്റു എക്സ് മൈനസ് ഡി. ഇവിടെ വരുന്ന സമയത്ത് എന്താ? y കൾ mx പ്ലസ് c. ഡി എന്ന് പറയുന്നത് എന്തായിരിക്കും? എക്സ് ഇന്റർസെപ്റ്റ് ആയിരിക്കും. ഇവിടെ എന്തായിരിക്കും? y ഇന്റർസെപ്റ്റ് ആയിരിക്കും. സോ സിമ്പിൾ. നെക്സ്റ്റ് പറയുന്നതാണ് ഇന്റർസെപ്റ്റ് ഫോം. ഇന്റർസെപ്റ്റ് ഫോം വളരെ സിമ്പിൾ ആയിട്ട് പറയാവുന്നതേ ഉള്ളൂ. സോ സിമ്പിൾ. നമ്മൾ ഇങ്ങനെ എടുക്കുന്നു, നമ്മൾ നേരെ എന്ത് ചെയ്യുന്നടാ? ഒരു ലൈൻ വരയ്ക്കുന്നു. സോ ഈ ലൈൻ എന്ത് ചെയ്യുന്നു? ഇവിടെ വരുന്നത് പോയിന്റ് എന്ന് പറഞ്ഞാൽ A0 ആണ്. ഇവിടെ വരുന്ന പോയിന്റ് 0b ആണെങ്കിൽ സോ ഇവിടെ എക്സില് എ എന്ന് പറയുന്ന എക്സ് ഇന്റർസെപ്റ്റ് ആണ്, ബി എന്ന് പറയുന്നത് y ഇന്റർസെപ്റ്റ് ആണ്. സോ എക്സ് ബൈ എ പ്ലസ് y ബൈ ബി വിച്ച് ഈസ് ഈക്വൽ ടു എന്തായിരിക്കും? 1 ആയിരിക്കും. സോ ഇത് ഇന്റർസെപ്റ്റ് ഫോം. തൊട്ട് മുമ്പുള്ള എന്താണ്? സ്ലോപ്പ് ഇന്റർസെപ്റ്റ് ഫോം ആണ്. നെക്സ്റ്റ് നമുക്ക് കൊടുത്തിരിക്കുന്നത് നോക്കിയേ. ഫൈൻഡ് ഇക്വേഷൻ ഓഫ് വിച്ച് മേക്സ് എ ഇന്റർസെപ്റ്റ് -3 and 2 ഓൺ ദി എക്സ് ആൻഡ് y ആക്സിസ് റെസ്പെക്റ്റീവ്ലി. സോ എ ആണ് -3, ബി ആണ് എന്ത്? 2. അപ്പൊ നമുക്ക് എങ്ങനെ കൊടുക്കാടാ മക്കളെ?
എക്സ് ബൈ എ പ്ലസ് വൈ ബൈ ബി ഈക്വൽ ടു 1 ആണ്. സോ എക്സ് ബൈ മൈനസ് 3 പ്ലസ് വൈ ബൈ 2 വിച്ച് ഈസ് ഈക്വൽ ടു എന്താണ് 1 ആണ്. സെറ്റ് ആണല്ലോ. സോ സിമ്പിൾ. ഓക്കെ അല്ലേടാ? ഇനി നമ്മൾ നേരെ പോകുന്നു. നെക്സ്റ്റ് ആണ് ജനറൽ ഇക്വേഷൻ ഓഫ് എ ലൈൻ. ഒരു ലൈനിന്റെ ജനറൽ ഇക്വേഷൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ജനറൽ ലീനിയർ ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താണ്? എ എക്സ് പ്ലസ് ബി വൈ പ്ലസ് സി ഈക്വൽ ടു 0 എന്ന് ഓർത്ത് വെക്കുക. ഇതിൽ നിന്നുകൊണ്ട് തന്നെ നമുക്കിതാ അടുത്ത പറയുന്ന സ്ലോപ്പ് ഇന്റർസെപ്റ്റ് ഫോമാണ്. സ്ലോപ്പ് ഇന്റർസെപ്റ്റ് ഫോം നിങ്ങൾക്കറിയാം y ഈക്വൽ ടു എം എക്സ് പ്ലസ് സി ആണ്. പരീക്ഷയ്ക്ക് റെഡ്യൂസ് ചെയ്യാനൊക്കെ ചോദിക്കാറുണ്ട്. ഇങ്ങനെ ചിന്തിച്ചാൽ മതി. നമ്മുടെ ഇക്വേഷൻ എ എക്സ് പ്ലസ് എന്താ ബി വൈ പ്ലസ് സി ഈക്വൽ ടു 0. ഇവിടെ y അല്ലേ വേണ്ടത്, അപ്പൊ വൈന്റെ ടേമിന് ഇവിടെ വെച്ചു. ഓക്കെ ആണല്ലോ? ബാക്കിയൊക്കെ അങ്ങോട്ട് കൊണ്ടുപോയി എ എക്സ് മൈനസ് സി. ഇനി എന്താ y ഒറ്റയ്ക്കല്ലേ വേണ്ട, അപ്പൊ ത്രൂ ഔട്ട് ഞാൻ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്തു? ബി ഉണ്ട്. അപ്പൊ y ഈക്വൽ ടു എന്ത് വരും? മൈനസ് എ ബൈ ബി എക്സ് മൈനസ് എന്ത് വരും? സി ബൈ ബി. ഇവിടെ നിന്നാണ് മക്കളെ ഈ ഇക്വേഷൻ ഫോം ചെയ്യുന്നത്. ദാ ഇതുമായി നമ്മൾ കമ്പയർ ചെയ്യാം. ഇവിടെ എമ്മിന് പകരം ആരാ? മൈനസ് എ ബൈ ബി. സോ സ്ലോപ്പ് എന്ന് പറയുന്ന ജനറൽ ഇക്വേഷൻ എപ്പോഴും എന്തായിരിക്കും? മൈനസ് എ ബൈ ബി. വൈ ഇന്റർസെപ്റ്റ്, ഈ സി അല്ലേ വൈ ഇന്റർസെപ്റ്റ്, അതാണ് ആര്? മൈനസ് സി ബൈ ബി. സോ പഠിച്ചു വെച്ചോ. സാധാരണ ഇത് 2 മാർക്കിന് ചോദിക്കുകയാണെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് ചോദിക്കാറുണ്ട്. വൈ ഇന്റർസെപ്റ്റ് സ്ലോപ്പും കാണാൻ നിങ്ങൾ എന്ത് റെഡ്യൂസ് ചെയ്യാതെ ചെയ്യാൻ പറഞ്ഞാൽ നേരെ എഴുതിക്കോളാം. സ്ലോപ്പ് ഈക്വൽ ടു മൈനസ് എ ബൈ ബി ആൻഡ് വൈ ഇന്റർസെപ്റ്റ് മൈനസ് സി ബൈ ബി ആണ്. ഓക്കെ ആണല്ലോ? ഇനി നേരെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. എക്സ് മൈനസ് 2y പ്ലസ് 3 ഈക്വൽ ടു 0 ഫൈൻഡ് വൈ ഇന്റർസെപ്റ്റ് ആൻഡ് സ്ലോപ്പ്. ഇങ്ങനെ വന്നാൽ ഡയറക്റ്റ് ആയിട്ട് ചെയ്യാം. ഡയറക്റ്റ് ആയിട്ടാണെങ്കിൽ എ ഈക്വൽ ടു 1, ബി ഈക്വൽ ടു മൈനസ് 2, സി ഈക്വൽ ടു 3. ഓക്കെ ആണല്ലോ? സ്ലോപ്പ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയാലോ മൈനസ് എ ബൈ ബി അല്ലേ? സോ മൈനസ് 1 ബൈ മൈനസ് 2 വിച്ച് ഈസ് ഈക്വൽ ടു 1 ബൈ 2 ആണ്. ഇനി എന്താ ചോദ്യം പറഞ്ഞ? വൈ ഇന്റർസെപ്റ്റ്. വൈ ഇന്റർസെപ്റ്റ് ആണ് ചോദ്യമെങ്കിൽ നമുക്ക് എന്തറിയാം? വൈ ഇന്റർസെപ്റ്റ് എന്താണ്? മൈനസ് സി ബൈ ബി ആണ്. വൈ ഇന്റർസെപ്റ്റ് മൈനസ് സി ബൈ ബി. സി എന്ന് പറഞ്ഞാൽ മൈനസ് 3 ബൈ എന്ത് വരും? മൈനസ് 2 വിച്ച് ഈസ് ഈക്വൽ ടു 3 ബൈ 2 ആണ്. ഓക്കെ ആണല്ലോ? സോ മൈനസ് സി ബൈ ബി ആണ്. സോ മൈനസ് 3 ബൈ മൈനസ് 2. ഇവിടെ എന്താ? മൈനസ് എ ബൈ ബി ആണ്. മൈനസ് 1 ബൈ 2. ഇതിങ്ങനെ ഡയറക്റ്റ് ആൻസർ ചെയ്യാം. അല്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് റെഡ്യൂസ് ചെയ്ത് കൊണ്ടുവന്നിട്ടും ആൻസർ ചെയ്താം. 2 മാർക്കിനൊക്കെ ഡയറക്റ്റ് എഴുതിയാലും നിങ്ങൾക്ക് എന്ത് ചെയ്യും? മാർക്ക് കിട്ടുന്നതായിരിക്കും. അതിന്റെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. സോ ഇത് പഠിച്ചു വെക്കുക. നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്ന ഇന്റർസെപ്റ്റ് ഫോം. ഇതും ജനറൽ ഫോം എന്ത് ചെയ്യുന്നതാണ്? ഫോം ചെയ്യുന്ന. ഇതാ നോക്കിക്കോ. എ എക്സ് പ്ലസ് ബി വൈ പ്ലസ് സി ഈക്വൽ ടു 0. നമുക്ക് എന്താ വേണ്ടത്? ഇന്റർസെപ്റ്റ് ഫോം എന്ന് പറഞ്ഞാൽ എക്സ് ബൈ എ പ്ലസ് വൈ ബൈ ബി ഈക്വൽ ടു 1 ആണ്. ഓക്കെ ആണല്ലോ? സോ നമ്മൾ എന്ത് വരും? എ എക്സ് പ്ലസ് ബി വൈ ഈക്വൽ ടു മൈനസ് സി വരും. ഇവിടെ എന്താ വേണ്ടേ? 1. അപ്പൊ ത്രൂ ഔട്ട് എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യണം? മൈനസ് സി കൊണ്ട്. അപ്പൊ മൈനസ് സി കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്തായി? എ എക്സ് ബൈ മൈനസ് സി പ്ലസ് ബി വൈ ബൈ മൈനസ് സി ഈക്വൽ ടു മൈനസ് സി ബൈ മൈനസ് സി എന്ന് വരും. സോ ഈ എ നേരെ അടിയിലോട്ട് പോകും. സോ എക്സ് ഈക്വൽ ടു മൈനസ് സി ബൈ എ വൈ പ്ലസ് മൈനസ് സി ബൈ ബി വിച്ച് ഈസ് ഈക്വൽ ടു എന്താണ്? 1 ആണ്. സോ നമുക്ക് പറയാം എക്സ് ഇന്റർസെപ്റ്റ് എന്താണ്? മൈനസ് സി ബൈ എ ആണ്. വൈ ഇന്റർസെപ്റ്റ് എന്താണ്? മൈനസ് സി ബൈ ബി ആണ്. നേരെ നമുക്ക് ഇക്വേഷൻ എയും ബിയും സിയും കിട്ടിയാൽ നമുക്ക് ഇത് എന്ത് ചെയ്യാൻ പറ്റും? കണ്ടുപിടിക്കാൻ പറ്റും. സോ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ടല്ലോ. ഫൈൻഡ് എക്സ് ആൻഡ് വൈ ഇന്റർസെപ്റ്റ് ഓഫ് ദി ലൈൻ 3x മൈനസ് 4y പ്ലസ് 10. ഇവിടെ എ എന്താ? 3, ബി എന്താ? മൈനസ് 4, സി എന്താണാവേ? 10. ഓക്കെ ആണല്ലോ? ഇനി നമ്മളോട് ആദ്യത്തെ ചോദ്യം എന്താ? എക്സ് ഇന്റർസെപ്റ്റ് കാണാൻ ഇക്വേഷൻ എന്താ? മൈനസ് സി ബൈ എ. സി എന്ന് പറഞ്ഞാൽ 10. അപ്പൊ മൈനസ് 10 ബൈ എ എന്ന് പറഞ്ഞാൽ 3. ദാറ്റ് ഈസ് മൈനസ് 10 ബൈ 3. ഇനി വൈ ഇന്റർസെപ്റ്റ് എന്താ? വൈ ഇന്റർസെപ്റ്റ് സോ സിമ്പിൾ. മൈനസ് സി ബൈ ബി. മൈനസ് സി ബൈ ബി. സിക്ക് പകരം മൈനസ് 10 ബൈ ബി എന്ന് പറഞ്ഞാൽ മൈനസ് 4. മൈനസ് 4 ക്യാൻസൽ ആയാൽ 10 by 4 that is 5 by 2. സോ സിമ്പിൾ. ചില സമയത്ത് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു കാര്യമാണ് നേരത്തെ പറഞ്ഞ റെഡ്യൂസ് ചെയ്യാൻ ചോദിക്കും. വേണേൽ അത് ഞാനൊന്ന് കാണിച്ചു തരാം. ഇതിന്റെ കേസിൽ വേണമെങ്കിൽ 3x മൈനസ് 4y എന്താക്കി മാറ്റും? മൈനസ് 10 ആവും. കാരണം എന്താ? ഇന്റർസെപ്റ്റ് ഫോം എക്സ് ബൈ എ പ്ലസ് വൈ ബൈ ബി വിച്ച് ഈസ് ഈക്വൽ ടു 1 ആക്കണമെങ്കിൽ ത്രൂ ഔട്ട് മൈനസ് 10 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. സോ 3x ബൈ മൈനസ് 10 4 ബൈ മൈനസ് 10 ഈക്വൽ ടു മൈനസ് 10 ബൈ മൈനസ് 10. 3 തൊട്ടടിയിലോട്ട് പോകൂടാ. മൈനസ് 10 ബൈ 3 പ്ലസ് ആകും അല്ലെ? ഈ മൈനസ് പ്ലസ് ആയിട്ട് കഴിഞ്ഞാൽ y ഈക്വൽ ടു 10 ബൈ 4 ഈക്വൽ ടു 1. 10 ബൈ 4 ആണ്.
നമ്മുടെ 5/2. സോ ഡയറക്റ്റ് ആൻസർ ചെയ്യാം, റെഡ്യൂസ് ചെയ്ത് ഇങ്ങനെയും ആൻസർ ചെയ്യാം. സോ സിമ്പിൾ. ഇതാണ് നമ്മൾ എന്ത് പറഞ്ഞ ഇന്റർസെപ്റ്റ് ഫോം. ഇനി നമ്മൾ പറയാൻ പോകുന്ന നെക്സ്റ്റ് പോയിന്റ് ആണ് മക്കളെ. ഇനി 2 പോയിന്റ് ആണ്. ഒന്ന് ഡിസ്റ്റൻസ് ഓഫ് എ പോയിന്റ് ഫ്രം എ ലൈൻ. ഒരു പോയിന്റിൽ നിന്നുള്ള ഡിസ്റ്റൻസ് കാണുക എന്നുള്ളത്. ഒരു ലൈനിന്റെ ഇക്വേഷൻ, അതായത് ഇപ്പൊ നിങ്ങൾക്ക് ഒരു ലൈനിന്റെ ഇക്വേഷൻ തന്നിട്ട് ആ ലൈനിന്റെ ഇക്വേഷൻ ഒരു പോയിന്റിൽ ഉണ്ടാകുന്നെങ്കിൽ ഈ പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ് ഡി കാണാനാണ് പറയാ. ലൈനിന്റെ ഇക്വേഷൻ തരുന്നുണ്ടാവും ax + by + c. പോയിന്റ് എന്ന് പറയുന്ന x1 y1 എന്നൊരു പോയിന്റ് നിങ്ങൾക്ക് തരും. ഓക്കെ, സോ x1 y1 എന്നൊരു പോയിന്റ് നിങ്ങൾക്ക് തന്നാലുള്ള ഡിസ്റ്റൻസ് കാണുന്ന ഇക്വേഷൻ ആണ് മോഡ്. എന്തുകൊണ്ട് മോഡ്? ഡിസ്റ്റൻസ് ഈസ് ഓൾവേസ് പോസിറ്റീവ്. ax1 + by2 + c √a² + b². സോ ഇതൊരു മോഡൽ ക്വസ്റ്റ്യൻ നോക്കാം അല്ലെ നമുക്ക്. ഇവിടെ നോക്കിക്കോ, 2014 ചോദിച്ചാട്ടോ. സോ ഇതാണ് നമ്മുടെ ഇക്വേഷൻ. അപ്പൊ നമ്മൾ ആദ്യം a എടുത്ത് എഴുതി 3, b = -4, c = -26. ഇവിടെ പോയിന്റ് തന്നിട്ടുണ്ട് x1 = 3 ആൻഡ് y1 = -5. ഇത് ഇവിടെ എഴുതി വെക്കുക. ഡിസ്റ്റൻസിന്റെ ഇക്വേഷൻ ആണ് ax1 + by1 + c √a² + b². സോ നമ്മൾ നേരെ ഡയറക്റ്റ് കൊടുക്കുവാടാ. a എന്ന് പറഞ്ഞത് 3 × x1 എന്നത് 3 പ്ലസ് b എന്താ -4 ദെൻ y1 എന്താ -5 പ്ലസ് c എന്ന് പറയുന്നത് എന്താ -26 ഓൾ ഡിവൈഡഡ് ബൈ √a² ദാറ്റ് ഈസ് 3² പ്ലസ് മൈനസ് എന്താണ് 4² ആണ്. ഓക്കെ ആണല്ലോ, സെറ്റ്. ഇനി നമുക്ക് നോക്കാം കേട്ടോ. 3 × 3 എന്ന് പറയുന്ന സമയത്ത് എന്താ 9 പ്ലസ് -4 × -5 ദാറ്റ് ഈസ് പ്ലസ് എന്ത് വരും 20. ദെൻ പ്ലസും മൈനസും എന്താവും മൈനസ് ആവും. -26 ഡിവൈഡഡ് ബൈ എന്ത് വരും 3² പ്ലസ് 4² ദാറ്റ് ഈസ് 9 പ്ലസ് 16. 29 -26 ഡിവൈഡഡ് ബൈ √25 ആണ്. സോ വിച്ച് ഈസ് ഈക്വൽ ടു 3/5 എന്ന് വരും. സോ ഡിസ്റ്റൻസ് ഈക്വൽ എന്ത് വരും 3/5. സോ സിമ്പിൾ ആണ്. ഇവിടെ എന്താണ് നോക്കേണ്ടത്? വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇക്വേഷനും തരും, ഒരു പോയിന്റും തരും. സോ ഇനി നമ്മൾ പറയാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് കേട്ടോ. ഇവിടെ ABC എടുത്ത് എഴുതണം, x1 y1. ഇനി നമുക്ക് സ്ട്രെയിറ്റ് ലൈൻ എന്ന ചാപ്റ്ററിലെ ഏറ്റവും അവസാനത്തെ ടോപ്പിക്. ഇവിടുന്ന് ഒരു ക്വസ്റ്റ്യൻ മുമ്പൊന്നും ചോദിച്ചിട്ടില്ല, എന്നാലും 2 പാരലൽ ലൈൻസുകൾക്കിടയിൽ, 2 ലൈൻ പാരലൽ ആണെങ്കിൽ ഇവർക്കിടയിലുള്ള ഡിസ്റ്റൻസ് ഡി കാണാനുള്ള ഇക്വേഷൻ ആണ് മോഡ് c1 - c2 √a² + b². അത് നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലാക്കാം പാരലൽ ആണെന്നുള്ള ഈ ക്വസ്റ്റ്യൻ നോക്കിയാൽ മതി. ഫൈൻഡ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ലൈൻ 8x + 15y - 5 = 0 ആൻഡ് 8x + 15y + 12 = 0. ഇവിടെ കൃത്യമായി നോക്കിക്കോടാ മക്കളെ. ഇവിടെ രണ്ടിന്റെയും എ പാർട്ടും ബി പാർട്ടും എന്താണ് സെയിം ആണ്. ആര് മാത്രമേ മാറുന്നുള്ളൂ? സി. സോ ആദ്യത്തെ ആളുടെ c1 -5 ആണ്, c2 എന്ന് പറയുന്നത് എന്താണ് 12 ആണ്. ബാക്കി എ എന്ന് പറയുന്ന 2 പേരും എന്താണ് വരുന്നത്? ജസ്റ്റ് എറേസ് ചെയ്യാൻ, ഞാൻ നിങ്ങൾ കാണാതായി പോണ്ട. രണ്ടിന്റെ എന്താണ് എ എന്ന് പറയുന്നത് 8 ആണ്, ബി എന്ന് പറയുന്നത് എന്താണ് 15 ആണ്. സോ സിമ്പിൾ. ഡിസ്റ്റൻസ് കാണാൻ ഇക്വേഷൻ നോക്കിക്കോ. മോഡ് c1 - c2 ഡിവൈഡ് ബൈ √a² + b² ദാറ്റ് ഈസ് -5 -12. ഓക്കെ ആണല്ലോ, -5 -12. സോ ഡിവൈഡഡ് ബൈ √a² എന്താ 8² + 15². ദെൻ -5 എന്ന് പറയുമ്പോൾ എന്ത് വരുടാ -17 ഡിവൈഡഡ് ബൈ 8² എന്ന് പറഞ്ഞാൽ 64 + 225 ദാറ്റ് ഈസ് 17 ഡിവൈഡഡ് ബൈ റൂട്ട് എന്ത് വരും 64 എന്ന് പറയുമ്പോൾ 289 ആണ്. 289 എന്ന് പറഞ്ഞാൽ ആരുടെ റൂട്ടാണ്? വളരെ സിമ്പിൾ ആയിട്ട് പഠിച്ചു. 17 × 17 ആണ്. സോ 289 എന്ന് പറയുന്നത് എന്താണ് 17ന്റെ റൂട്ടാണ്. സോ സിമ്പിൾ. നിങ്ങൾ നേരെ എന്ത് ചെയ്യുക, ഇവിടെ കൃത്യമായി മനസ്സിലാക്കുക, നേരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ദാറ്റ് ഈസ് ഈക്വൽ ടു 1 ആൻസറിലോട്ട് വരും. സോ ഇത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ ആണ് കേട്ടോ. നമ്മൾ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ ആണ്. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ഏരിയ എല്ലാ ഇക്വേഷൻസും. അപ്പോൾ സ്ട്രെയിറ്റ് ലൈൻ പോലുള്ളൊരു ടോപ്പിക്ക് പഠിക്കുമ്പോൾ നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ടത് എല്ലാ ഇക്വേഷൻസും നമുക്ക് അറിഞ്ഞിരിക്കുക എന്നുള്ളതാണ്. എന്നാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, പ്രോബ്ലത്തിന്റെ ആൻസേഴ്സ് വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റുള്ളൂ. സോ സ്ട്രെയിറ്റ് ലൈനിൽ ഇക്വേഷൻസ് കൃത്യമായി പഠിക്കുക. സോ ഞാൻ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് വെക്കുന്നുണ്ട്. ഫൈൻഡ് ദ സ്ലോപ്പ് ഓഫ് ദി ലൈൻ, ഫൈൻഡ് ദ വാല്യൂ ഓഫ് ദി x above line perpendicular to the line joining 8, 12 and x 24. സോ എക്സിന്റെ വാല്യൂ നിങ്ങൾ കണ്ടുപിടിക്കുക. ഇവിടെ നോക്കണം, ആദ്യത്തെ ലൈനിന്റെ സ്ലോപ്പ് കാണണം. ഇനി ഈ ക്വസ്റ്റ്യന്റെ ടിസ്റ്റ് ഇവിടെ, ഇതാണ് ഇവിടുത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. നമ്മളോട് പറയുന്നത് സ്ട്രെയിറ്റ് ലൈൻ പോലുള്ള ഒരു ടോപ്പിക്ക് പഠിക്കുന്ന സമയത്ത് അവിടെ എങ്ങനെ ക്വസ്റ്റ്യൻ വരുന്ന സമയത്തും അവിടെ എന്ത് വരും, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ എന്ന് പറഞ്ഞാൽ ടിസ്റ്റ് വരും എന്നുള്ളതാണ്. അതായത്
ഡയറക്റ്റ് അല്ല, ഒരു ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻ വരിക. നോക്കിക്കോ, മുകളിലുള്ള ലൈനിന്റെ എന്ത് കാണണം? സ്ലോപ്പ് നിങ്ങൾ ആദ്യം കണ്ടുപിടിക്കണം. എന്നിട്ട് എന്താ ചോദ്യം? ഫൈൻഡ് ദ വാല്യൂ ഓഫ് എക്സ് ദ എബോവ് ലൈൻ. അതായത് ഈ ലൈൻ, മുകളിൽ കൊടുത്തിരിക്കുന്ന ലൈൻ ഈസ് പെർപെൻഡിക്കുലർ ടു ദിസ് ലൈൻ. ഈ ലൈന് പെർപെൻഡിക്കുലർ. അങ്ങനെയാണെങ്കിൽ എക്സിന്റെ വാല്യൂ എന്തായിരിക്കും? നിങ്ങൾ കമന്റ് ചെയ്യുക. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വീഡിയോ ആണ്, നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന വീഡിയോ ആണ് മക്കളെ. താങ്ക് യു വെരി മച്ച്. ഇത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. നന്നായി പഠിക്കുക. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു വെരി മച്ച്.